ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് കൂടി ടെലിഫോണിൽ ചേരുകയാണ്. നമസ്കാരം ശ്രീ മേരി ജോർജ്. നമുക്കറിയാം ഈ യുദ്ധ സാഹചര്യങ്ങളിലൂടെയൊക്കെയാണ് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലും ഈ സ്വർണ്ണവില കുറയുന്നു എന്നുള്ളത് ആശ്വസിക്കാനാകുന്നതാണോ, അതോ ഇനിയും ഒരു സ്വർണ്ണവില ഉയർച്ച നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അതായത് ഇപ്പോൾ നമുക്ക് വലിയ അത്ഭുതം തരുന്ന ഒരു കാര്യമാണ് സ്വർണത്തിന്റെ വില കുറയുന്നു എന്നുള്ളത്. കാരണം ഈ സമയത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കൂ, സെൻസെക്സ് നോക്കുകയാണെങ്കിൽ -1122.66 സെൻസെക്സ്. അതുപോലെ നിഫ്റ്റി ആണെങ്കിലോ -385.20. അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും BSE സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഒക്കെ ഷെയറുകൾ വിൽപ്പന നടക്കുകയാണ്. ആരാണ് വിൽപ്പന നടത്തുന്നത്? സാധാരണ രീതിയിൽ വിദേശ കമ്പനികളായിരിക്കും ഇപ്പോൾ വിൽപ്പന നടത്തി അതിന്റെ മുതല് കയ്യിലെടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഓഹരി വിപണിയിൽ എന്താണ് പറയാ, ഷെയർ വിലകൾ താണു നിൽക്കുന്നു. അതുപോലെ തന്നെ സ്വർണത്തിന്റെ വിലയിലും നമുക്കറിയാം 1,20,640 കുറഞ്ഞിരിക്കുന്നു. അതായത് 2,280 രൂപയുടെ കുറവാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എവിടേക്ക് പോകുന്നു നിക്ഷേപം? ഒന്നുകിൽ പിന്നെ ഷെയർ മാർക്കറ്റിൽ കാണണം, അല്ലെങ്കിൽ ഡോളറിൽ കാണണം, അതുമല്ലെങ്കിൽ സ്വർണത്തിലേക്ക് വരണം. സ്വർണമാണ് തീർച്ചയായിട്ടും സുനിശ്ചിതമായ ഒരു നിക്ഷേപ മാർഗം. പക്ഷെ സ്വർണത്തിലേക്കും വരുന്നില്ല. എന്ന് വെച്ചാല് ആഗോള അനിശ്ചിതത്വം എല്ലാത്തരം ഇൻവെസ്റ്റേഴ്സിലും അനിശ്ചിതത്വം സൃഷ്ടിച്ചിരിക്കുന്നു. നാളെ എന്ത് സംഭവിക്കും എന്ന് ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. തൽക്കാലം എവിടെയും ഇൻവെസ്റ്റ് ചെയ്യണ്ട എന്ന ധാരണയോടുകൂടി അവർ നോക്കുന്നത് ഇനി യുദ്ധം മുറുകുകയാണോ അതോ യുദ്ധം പതുക്കെ അവസാനിക്കുകയാണോ. മുറുകുകയാണ് എന്ന് കണ്ടാൽ ഉടൻ സ്വർണത്തിലേക്ക് വലിയ തോതിൽ നിക്ഷേപം വരും. അതായത് യുദ്ധം പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ ഉയരത്തിലേക്ക് പോകും എന്ന് വന്നാൽ സ്വർണത്തിലേക്ക് വലിയ തോതിൽ നിക്ഷേപം വരും. അതല്ല, യുദ്ധം സാവകാശമായി കെട്ടടങ്ങാൻ പോകുന്നു എന്ന് വന്നാൽ തീർച്ചയായും സ്വർണത്തിലേക്ക് വലിയ ഇടിച്ചുകയറ്റം ഉണ്ടാവുകയില്ല. അപ്പൊ രണ്ടായാലും നമുക്ക് ഒന്നും പറയാൻ നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സ്വർണ്ണവില എങ്ങനെ പോകും വരും കാലങ്ങളിൽ എന്ന് തീർച്ചയായിട്ടും നോക്കിയിരുന്ന് തന്നെ കാണാൻ പറ്റുള്ളൂ. അതല്ലാതെ കൃത്യതയോടെ ഒന്നും പറയാൻ ഒക്കുകയില്ല. സാധാരണ സമയങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന യുദ്ധം നടക്കുന്ന ഒരു കാലമാണ്, അതുകൊണ്ട് തന്നെ സ്വർണത്തിന് വില ഉയരുമെന്നൊക്കെയായിരുന്നു. പക്ഷേ ഇത് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ സ്വർണ്ണവില കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ 2-3 ദിവസമായി തന്നെ ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് നിലനിൽക്കും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല, അല്ലേ? ഇല്ല, ഒരു കാരണവശാലും നമുക്ക് പറയാം. അതായത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിക്കേണ്ടതിന്റെ നേരെ വിപരീതമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യരുതെന്നോ സ്വർണം വാങ്ങാനോ വാങ്ങരുതെന്നോ നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം ഇവിടെ നമ്മൾ നടത്തുന്ന ഊഹത്തേക്കാൾ വലിയ ഊഹം നടത്താൻ കഴിവുള്ള ഊഹ കച്ചവടക്കാരാണല്ലോ സ്റ്റോക്ക് മാർക്കറ്റിലും ഒക്കെ വർക്ക് ചെയ്യുന്നത്. അവര് പോലും അതായത് വാങ്ങല് അല്ല, ഇപ്പോൾ വിറ്റോണ്ടിരിക്കുകയാണ് ഷെയറുകൾ. അതുകൊണ്ടാണല്ലോ നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ താഴേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരോടും വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ശരി, ഓക്കെ. പിന്നെ അതുപോലെ നമ്മുടെ രൂപയുടെ മൂല്യമാണെങ്കിലും കുറഞ്ഞ, അതായത് ഇപ്പൊ നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം രൂപ ചെക്കായിട്ടാണ് കൈമാറുന്നത് എങ്കിൽ ഒരു ഡോളറിന് 91 രൂപ 30 പൈസ കിട്ടുവാണ് എക്സ്ചേഞ്ച് വാല്യൂ. അതേ സമയത്ത് രൂപയായിട്ട് തന്നെ കറൻസി ആയിട്ട് തന്നെ കൈമാറുകയാണെങ്കിൽ 90.18, അതായത് 90 രൂപ 18 പൈസ കൊടുക്കണം ഒരു ഡോളറിന്. അപ്പൊ ഡോളറിന്റെ മൂല്യത്തിൽ വലിയ മാറ്റം വന്നിട്ടില്ല. അതേ സമയത്ത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുക, സാവകാശമായിട്ടാണെങ്കിലും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇടപെടുന്നില്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇടപെടുകയായിരുന്നു, ഡോളർ ഇറക്കി ഒന്ന് നോക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ രൂപയുടെ മൂല്യം മെച്ചപ്പെട്ടേനെ. പക്ഷെ അതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഇടപെടുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത് എല്ലാ ശക്തികളും, അതായത് സെൻട്രൽ ബാങ്കുകള്
അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് ഇവരെല്ലാം നോക്കുകയാണ് എന്ത് സംഭവിക്കാൻ പോകുന്നു അടുത്ത നിമിഷം അല്ലെങ്കിൽ അടുത്ത ദിവസം എന്ന രീതിയിൽ. കാരണം ഇപ്പൊ ചൈനയും അതുപോലെ റഷ്യയും ഒക്കെ അവരുടെ അഭിപ്രായം, അതായത് അവരൊക്കെ ഇറാനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും യു എസിന് ഒരു ആശങ്ക കാണും. യു എസിൽ തന്നെ ഈ യുദ്ധത്തിനെതിരെ വലിയ ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. അവരുടെ യാഥാസ്ഥിതിക പാർട്ടി ട്രംപിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അല്ലാതെ തന്നെ മറ്റ് പാർട്ടികളിൽപ്പെട്ടവരും ഒക്കെ ധാരാളമായിട്ട് ട്രംപിനെ വിമർശിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ എല്ലാവരും നോക്കുകയാണ്, ഒരു പക്ഷേ പതുക്കെ ട്രംപ് പിൻവലിഞ്ഞേക്കാം. ട്രംപ് പിൻവലിയുന്ന പക്ഷം ഇസ്രായേലും പിൻവലിയും. അങ്ങനെ ലോകം ഒരു യുദ്ധത്തിലേക്ക് കടക്കാതെ സമാധാനത്തിലേക്ക് മാറാം. ആ ഒരു പ്രതീക്ഷ എല്ലാ ദിശകളിലുമുണ്ട്. ശരി, വളരെ നന്ദി ശ്രീ മേരി ജോർജ് പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.